അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4-ന് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ആശുപത്രിയിൽ നിന്നും തിയോഫിനാണ് ചേരുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെയും അമ്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കവിയൂർ പൊന്നമ്മയുടെ മരണം അതേറെ ദുഃഖം നൽകുന്ന ഒന്നായിരുന്നു. ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലാണ് തിയോഫിൻ ഉള്ളത്. അവിടെ നിന്നും എപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും? മറ്റ് കാര്യങ്ങളും നടപടികളുമൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? പ്രിയ, എറണാകുളം ലിസി ആശുപത്രിയിലാണ് നമ്മളിവിടെ ഉള്ളത്. ഈ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. 8:30 മണിയോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 9 മണി മുതലാണ് അവിടെ പൊതുദർശനം. ഇന്നലെ വൈകിട്ട് 5:30 കവിയൂർ പൊന്നമ്മ യാത്രയാകുന്നത്. ഏറെ നാളായി ചികിത്സയിലായിരുന്നു, ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. കുറച്ച് ദിവസമായി ഈ ലിസി ആശുപത്രിയിൽ തന്നെ ICU യൂണിറ്റിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് 2 ദിവസമായി നില അല്പം ഗുരുതരമായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം സിനിമാ രംഗത്തെ പ്രമുഖരും സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിരുന്നു. വൈകിട്ട് ഒരു 9 മണിയോടുകൂടി പൊതുദർശനം, ഒരു ചെറിയ രീതിയിലുള്ള ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യം ഇവിടുത്തെ ഹാളിൽ ഒരുക്കിയിരുന്നു. പ്രമുഖ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും സംവിധായകരും ഉൾപ്പെടെയുള്ളവരും, അതോടൊപ്പം ഈ ആശുപത്രിയിലുള്ള ആരോഗ്യ പ്രവർത്തകരും വിവരമറിഞ്ഞ ആശുപത്രിയിൽ എത്തിയവർക്കുമെല്ലാം കവിയൂർ പൊന്നമ്മയെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു. അങ്ങനെ മലയാളത്തിൻ്റെ അമ്മ എന്ന് നേരത്തെ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമ്മ എന്ന വാക്കിനർത്ഥം അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്ന രീതിയിൽ തന്നെ സ്ക്രീനിൽ ജനങ്ങൾ കണ്ട വലിയ വട്ടത്തിലുള്ള പൊട്ടും ഒരു സെറ്റ് സാരിയും എടുത്ത ഒരു സ്നേഹത്തിൻ്റെ നിറകുടമായ അമ്മ, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ, വേദനയാണെങ്കിലും അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞ കഥാപാത്രങ്ങളാണെങ്കിലും സന്തോഷത്തിൻ്റെ അവസരങ്ങളാണെങ്കിലും ഒക്കെ ഒരു വളരെ എന്താ പറയുക, ഒരു പക്ഷേ എല്ലാവർക്കും ഒരു അമ്മ എന്ന വാക്കിന് അർത്ഥമാകുന്ന രീതിയിൽ, അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെ ഏറെക്കാലമായി പതിറ്റാണ്ടുകൾ മലയാള സ്ക്രീനിൽ നിറഞ്ഞു നിന്ന അമ്മ, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിരുന്ന ആ ചിത്രങ്ങളൊക്കെ, മോഹൻലാലും കവിയൂർ പൊന്നമ്മയും അമ്മയും മകനുമായി അഭിനയിച്ച ചിത്രങ്ങളൊക്കെ കുടുംബ സദസ്സുകളിൽ ഹിറ്റ് ചിത്രങ്ങളായി മാറിയിരുന്ന ചിത്രങ്ങളാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ പ്രേക്ഷക മനസ്സിൽ തന്നെ മലയാളത്തിൻ്റെ അമ്മ എന്നാൽ രൂപം പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മലയാളത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അത് കവിയൂർ പൊന്നമ്മയുടെ രൂപം മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിലയിലേക്ക് എത്തിയത്. ആ അമ്മയ്ക്ക് ഇന്ന് മലയാളികളെല്ലാം, പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രേമികൾ ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് പേർ ഈ കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തും. വൈകിട്ട് 4 മണിയോടുകൂടി ആലുവയിലുള്ള വീട്ടിലാണ് സംസ്കാരം നടക്കുക. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇന്നലെ വൈകിട്ടുള്ള പൊതുദർശനം കഴിഞ്ഞ് 10 മണിയോടുകൂടി മൃതദേഹം എറണാകുളം ലിസി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിനിമാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാവിലെ 8:30 മൃതദേഹം ഇവിടെ നിന്നും ടൗൺ ഹാളിലേക്ക്, കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. പ്രിയ. തിയോഫിൻ, ഇന്നലെ പൊതുദർശനം ആശുപത്രി പരിസരത്ത് തന്നെയായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ലിസി ആശുപത്രിയിലാണ് കവിയൂർ പൊന്നമ്മ ചികിത്സയും നടത്തിയിരുന്നത്. അങ്ങനെ കുറേ നാളുകളായിട്ട് ഈ ആശുപത്രി വാസം ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഈ പൊതുദർശനം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവിടേക്ക് ഒരുപാട് ആളുകളാണ് നമ്മുടെയൊക്കെയും മലയാള സിനിമയുടെ അമ്മയെ നഷ്ടപ്പെട്ടതറിഞ്ഞ് എത്തിയത്. പ്രമുഖർ മാത്രമല്ല, നിരവധി ആളുകൾ, സാധാരണക്കാരായ മനുഷ്യരുൾപ്പെടെ അവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ പൊതുദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയുമോ ഇന്നലത്തെ? ഇന്നലെ വൈകിട്ട് ഈ ആശുപത്രിയിലെ തന്നെ പേഷ്യൻസ് ലോഞ്ചിലാണ് ഇതിനായുള്ള സൗകര്യം ഒരുക്കിയത്. ഇവിടെ ഒരു ഫ്രീസർ ക്രമീകരിച്ച് പൊതുദർശനത്തിനായുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. സിനിമാ പ്രവർത്തകർ, അതിൽ തന്നെ സുരേഷ് ഗോപി, B. ഉണ്ണികൃഷ്ണൻ, CB മലയിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി നിരവധി പേർ എത്തിയിരുന്നു. ഈ താരസംഘടനയുടെ പ്രതിനിധികളായിട്ടുള്ള വിനു മോഹൻ, സരയു തുടങ്ങിയവരൊക്കെ നേരത്തെ തന്നെ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടവുമായി B. ഉണ്ണികൃഷ്ണൻ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ഇതിനായുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ
ഇന്നലെ വൈകിട്ട് തന്നെ ഒരുക്കി. വൈകുന്നേരമാണ് ഇവിടെ ഒരു പൊതുദർശനം ഒരുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം അതിന് കാരണം തന്നെയുണ്ട്. വൈകിട്ട് കാണാനെത്തുന്ന നിരവധി പേരുണ്ട്. കാരണം കവിയൂർ പൊന്നമ്മയുടെ വിയോഗം അറിഞ്ഞ ശേഷം ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം ഇവിടെ എത്തിയിരുന്നു. നിരവധി പേർ കണ്ടുമടങ്ങി. അപ്പോൾ ഈ വാർഡിൽ തന്നെ വന്ന് എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കുക എന്നത് അത്ര പ്രായോഗികമല്ല. തന്നെയുമല്ല, മൃതദേഹം മോർച്ചറിയിലേക്ക് വൈകിട്ട് മാറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ പൊതുദർശനവും പിന്നീട് സംസ്കാരവും ഒക്കെ ഉള്ളതിനാൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ പൊതുദർശനം നടത്താനുള്ള ഇവിടുത്തെ ഹാളിൽ തന്നെ പൊതുദർശനം ക്രമീകരിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും വളരെ പെട്ടെന്ന് ഒരുങ്ങി. നമ്മളവിടെ കാത്തു നിൽക്കുന്നു. അതിനുശേഷം ഒരു 9 മണിയോടുകൂടി സാധാരണ നമ്മൾ നേരത്തെ സിനിമയിൽ നമ്മൾ കാണാറുള്ള ആ അമ്മ അതേ രൂപത്തിൽ, അതുപോലെ തന്നെ ആ ഒരു സെറ്റ് സാരിയെ കൊടുത്ത ആ ഒരു വേഷത്തിൽ നമ്മളെന്നും കവിയൂർ പൊന്നമ്മയെ കണ്ടിട്ടുള്ള ആ ഒരു വലിയ വട്ടത്തിലുള്ള പൊട്ടോടുകൂടി ഒരുക്കി കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം പൊതുദർശനത്തിനായി ഹാളിലേക്ക് കൊണ്ടുവരുന്നു. ഹാളിൽ നിരവധി പേർ ഒരു നോക്ക് കാണാനായി തങ്ങളുടെ പ്രിയപ്പെട്ട സ്ക്രീനിൽ കണ്ടു പരിചയമുള്ള അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഒട്ടേറെ പേർ എത്തിയിരുന്നു. കാരണം ഈ വിവരം അറിഞ്ഞ് ഒരുപാട് പേർ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ രോഗികളും അവരോടൊപ്പം അവരെ കാണാൻ വന്ന കൂട്ടിരിപ്പുകാരും സന്ദർശകരായി വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ പേർക്കും കാണാനുള്ള ഒരു സൗകര്യം ഈ പൊതുദർശനം ഒരുക്കിയതിലൂടെ ഇവിടെ സാധിച്ചിരുന്നു. സംവിധായകനായ ജോണി ആൻ്റണി, സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം ഈ നിർമ്മാതാവ് സുരേഷ് കുമാർ, നിരവധി പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അതോടൊപ്പം സിനിമയുടെ മറ്റ് സാങ്കേതിക പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഏറെ നാളായി വേഷത്തിൽ സിനിമ ലോകത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു. 3 വർഷം മുൻപാണ് അവസാനമായി ഒരു സിനിമയിൽ അഭിനയിച്ചത്. തുടർന്ന് ഏറെ കാലമായി ആലുവ കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പൊതുപ്രവർത്തകർക്കും വളരെ അടുപ്പമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. അതുകൊണ്ട് തന്നെ നിരവധി പൊതുപ്രവർത്തകരും ഇന്നലെ എത്തിയിരുന്നു. വലിയൊരു സംവിധാനമല്ല ഒരുക്കിയിരുന്നത് എന്നുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിൽ എത്തി കാണാനുള്ളവർക്കെല്ലാം ഇന്നലെ തന്നെ കാണാനുള്ള ഒരു സൗകര്യമായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു ക്രമീകരണമാണ് ഇന്നലെ വളരെ പെട്ടെന്ന് ഒരുക്കിയത്. അങ്ങനെ സിനിമ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇന്നലെ വൈകിട്ട് കവിയൂർ പൊന്നമ്മയെ ഒരു നോക്ക് കാണാനായി ഈ ലിസി ആശുപത്രിയിലെ പേഷ്യൻ്റ് ഹാളിലേക്ക് എത്തിയിരുന്നു. പേഷ്യൻ്റ് ലോഞ്ച് എന്നാണ് ആ ഹാളിൻ്റെ പേര്. അവിടേക്ക് എത്തിയിരുന്നു. വൈകുന്നേരത്തോടു കൂടി കാണാൻ സാധിക്കുന്നവർക്കെല്ലാം കാണാനുള്ള അവസരമൊരുക്കി. അതിനുശേഷം ഒരു 10 മണിയോടുകൂടി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെ അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ പൊതുദർശനത്തിന് തൊട്ട് മുൻപായി തന്നെ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും അതോടൊപ്പം മറ്റ് താരങ്ങൾ സിബി മലയിലെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ജോണി ആൻ്റണി എത്തിയിരുന്നു. അങ്ങനെ ഒട്ടേറെ പേർ കൊച്ചിയിൽ നിന്ന് എത്താൻ കഴിയുന്നവരൊക്കെ ഇന്നലെ തന്നെ പരമാവധി എത്താൻ ശ്രമിച്ചു. ഇവർക്കെല്ലാം കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഇതെല്ലാം നമ്മൾ ഇന്നലെ തത്സമയം തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിഞ്ഞിരുന്നു. പ്രിയ, ശരി.